ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എസ് അക്കാഡമി. മിഷൻ 42 ഡേയ്സിൻ്റെ ഭാഗമായിട്ട് ഡേ 26 ടോപ്പിക് ക്ലാസ് ആണ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ടെലിഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യാൻ എസ് അക്കാഡമി ഓഫീഷ്യലും സെർച്ച് ചെയ്ത് നോക്കുക. വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ ഈ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ആഡ് മീന്ന് മെസ്സേജ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ആദ്യം നമുക്ക് ടോപ്പിക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. വരുന്ന ടോപ്പിക്ക് 29-ാം തീയതി വരുന്ന ടോപ്പിക്ക് വയസ്സിൻ്റെ കണക്ക് എന്ന ഭാഗത്തു നിന്നുള്ള ബാക്കി ചോദ്യങ്ങൾ. ഇംഗ്ലീഷിൻ്റെ ഭാഗത്തുനിന്ന് ആൻറ്റോണിയം എന്ന ഭാഗത്തുനിന്ന്, മലയാളത്തിലെ പുതിയ ടോപ്പിക്ക് ശൈലികൾ എന്ന ഭാഗം. ജി കെ ഭാഗത്തുനിന്ന് ഹിമാലയൻ നദികൾ, അതുപോലെ തന്നെ 3 സംസ്ഥാനങ്ങൾ ഛത്തീസ്ഗഡ്, ഗോവ, ഗുജറാത്ത് സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, കറണ്ട് അഫയേഴ്സ്. ഓക്കെ, അപ്പോൾ ഇത്രയും ഭാഗത്തു നിന്നുള്ള പോയിന്റുകൾ, അതിൽ മാത്സ് ഒഴികെ ബാക്കി എല്ലാ പോയിന്റുകളും നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഭാഗത്തിലേക്ക് പോകാം. ആദ്യത്തെ ഭാഗം ഹിമാലയൻ നദികൾ എന്ന ഭാഗമാണ്. ഹിമാലയൻ നദികൾ വരച്ച് പഠിപ്പിക്കണമെന്നായിരുന്നു ആഗ്രഹം, പക്ഷേ ടൈം കുറവായതുകൊണ്ട് നമ്മൾ നോട്ട് മാത്രം നോക്കി അങ്ങ് പോവുകയാണ്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി എന്നറിയപ്പെടുന്ന ഏതാണ്? ഗംഗയാണ്. ഓക്കെ, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി എന്നറിയപ്പെടുന്ന ഗംഗയാണ്. എല്ലാവർക്കും അറിയുന്നുള്ള കാര്യമാണ്. ഇന്ത്യയിലെ പുണ്യനദി എന്നറിയപ്പെടുന്ന നദിയാണ് ഗംഗ. ഓക്കെ, ഇപ്പോൾ ഇന്ത്യയിലെ പുണ്യനദി ഗംഗ. ഗംഗയുടെ ഉത്ഭവസ്ഥാനം ഹിമാലയത്തിലെ ഗായ്മുഖ് ഗുഹയിലെ ഗംഗോത്രിയിൽ നിന്നാണ്. ഓക്കെ, ഗംഗോത്രിയാണ് കേട്ടോ, ഗംഗോത്രിയിൽ നിന്നാണ്. ഓക്കെ, ഓർത്ത് വയ്ക്കുക. ഏതാണ് ഗംഗയുടെ ഉത്ഭവസ്ഥാനം? ഹിമാലയത്തിലെ ഗായ്മുഖ് ഗുഹയിൽ നിന്ന് ഗംഗോത്രിയിൽ നിന്നാണ് ഇതിൻ്റെ ഉത്ഭവം, ഗംഗാ നദിയുടെ ഉത്ഭവം. ഗംഗാ നദി ഇന്ത്യയുടെ ദേശീയ നദിയായി പ്രഖ്യാപിച്ച വർഷം 2008 നവംബർ 4. ഓർത്ത് വയ്ക്കുക, ഗംഗാ നദിയെ ഇന്ത്യയുടെ ദേശീയ നദിയായി പ്രഖ്യാപിച്ചതെന്ന് ചോദിച്ചാൽ 2008 നവംബർ 4. ഭഗീരഥി അളകനന്ദയുമായി ചേരുന്ന സ്ഥലമാണ് ദേവപ്രയാഗ്. ഓർത്ത് വയ്ക്കുക, ഭഗീരഥി നദിയും അളകനന്ദയുമായി ചേരുന്ന സ്ഥലമാണ് ദേവപ്രയാഗ്. ഗംഗ ഏറ്റവും കൂടുതൽ ഒഴുകുന്ന ഇന്ത്യൻ സംസ്ഥാനം എന്ന് വെച്ചാൽ ഉത്തർപ്രദേശാണ്. ഓക്കെ, ഗംഗ ഏറ്റവും കൂടുതൽ ഒഴുകുന്ന ഇന്ത്യൻ സംസ്ഥാനം എന്ന് വെച്ചാൽ ഉത്തർപ്രദേശ്. ഗംഗയുടെ നീളം ചോദിച്ചാൽ 25 കിലോമീറ്റർ. 25 2025 ഓർത്ത് വയ്ക്കുക. അങ്ങനെ പഠിക്കുന്നതായിരിക്കും സൗകര്യം എന്ന് പറയുന്നത്. 25 എന്ന് പഠിക്കുന്നതായിരിക്കും സൗകര്യം. ഓക്കെ, 25 2525 കിലോമീറ്ററാണ് ഗംഗയുടെ ആകെ നീളം എന്ന് പറയുന്നത്. 25-10 എന്നാണ് ഇന്ത്യയുടെ 25-10 എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലൂടെ ഒഴുകുന്ന എത്രയെന്ന് ചോദിച്ചാൽ 25-10 എന്നും കൂടെ ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണെന്നറിയാം. അപ്പോൾ ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദി ഏതെന്ന് ചോദിച്ചാൽ യമുനയാണ്. അപ്പോൾ ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദി ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? യമുനയാണ്. ഓക്കെ, അടുത്ത പോയിന്റ് നോക്കാം. ഗംഗയും യമുനയും കൂടിച്ചേരുന്ന സ്ഥലമാണ് അലഹാബാദ്. ഓർത്ത് വയ്ക്കുക, ഗംഗയും യമുനയും കൂടിച്ചേരുന്ന സ്ഥലം അലഹാബാദ്. ത്രിവേണി സംഗമം നടക്കുന്ന സ്ഥലമാണ് അലഹാബാദ്. ഓർത്ത് വയ്ക്കുക, ത്രിവേണി സംഗമം നടക്കുന്ന സ്ഥലം അലഹാബാദാണ്. അമർനാഥ് സ്ഥിതി ചെയ്യുന്ന നദീതീരം അമരാവതിയാണ്. ഓക്കെ, ഓർത്ത് വയ്ക്കുക, അമർനാഥ് സ്ഥിതി ചെയ്യുന്ന നദീതീരം എന്ന് ചോദിച്ചാൽ ഏതാണ്? അമരാവതിയാണ്. കേദാർനാഥ് സ്ഥിതി ചെയ്യുന്ന നദീതീരം ചോദിച്ചാൽ മന്ദാകിനി. ഓർത്ത് വയ്ക്കുക, കേദാർനാഥ് സ്ഥിതി ചെയ്യുന്ന നദീതീരം മന്ദാകിനി. അടുത്ത ബദ്രിനാഥ് സ്ഥിതി ചെയ്യുന്ന നദീതീരം ഏതാണ്? അളകനന്ദ. ഓർത്ത് വയ്ക്കുക, ബദ്രിനാഥ് സ്ഥിതി ചെയ്യുന്ന നദീതീരം അളകനന്ദ. അടുത്ത ബംഗ്ലാദേശിൽ ഗംഗാ നദി അറിയപ്പെടുന്ന ഏത് പേരിലെന്ന് വെച്ചാൽ പത്മ എന്ന പേരിലാണ്. ഓർത്ത് വയ്ക്കുക, ബംഗ്ലാദേശിൽ ഗംഗ അറിയപ്പെടുന്ന പേര് പത്മ എന്ന പേരിലാണ്. ഗംഗ ആക്ഷൻ പ്ലാൻ നടപ്പിലാക്കിയ പ്രധാനമന്ത്രി ആരാണ്? രാജീവ് ഗാന്ധിയാണ്. ഓർത്ത് വയ്ക്കുക, ഗംഗ ആക്ഷൻ പ്ലാൻ നടപ്പിലാക്കിയ പ്രധാനമന്ത്രി ആരെന്ന് ചോദിച്ചാൽ രാജീവ് ഗാന്ധിയാണ്. ഇന്ത്യൻ ഉപദ്വീപിലെ വടക്ക് ഭാഗത്ത് നിന്ന് ഉത്ഭവിക്കുന്ന ഗംഗയുടെ പോഷക നദിയാണ് സോൺ നദി. ഓർത്ത് വയ്ക്കുക, ഇന്ത്യൻ ഉപദ്വീപിലെ വടക്ക് ഭാഗത്ത് നിന്ന് ഉത്ഭവിക്കുന്ന ഗംഗയുടെ പോഷക നദിയാണ് സോൺ നദി. ഹൂഗ്ലി നദിയുടെ പ്രധാന പോഷക നദിയാണ് ഏത്? ദാമോദർ. ഹൂഗ്ലി നദിയുടെ പ്രധാന പോഷക നദിയാണ് ദാമോദർ. അടുത്ത പോയിന്റ്, ഗംഗാ നദിയുടെ പതനം എവിടെയെന്ന് വെച്ചാൽ ബംഗാൾ ഉൾക്കടലാണ്. ഓക്കെ, ഗംഗാ നദിയുടെ പതനം എവിടെയെന്ന് വെച്ചാൽ എവിടെയാണ്? ബംഗാൾ ഉൾക്കടലാണ്. യമുനാ നദി തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ സ്മാരകമാണ് താജ്മഹൽ. ഓർത്ത് വയ്ക്കുക, പലതവണ PC ചോദിച്ചിട്ട് ചോദ്യമാണ്. യമുനാ നദി തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ സ്മാരകമാണ് താജ്മഹൽ എന്ന് പറയുന്നത് യമുനാ നദിയാണ്. ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദി എന്ന് ഓർത്ത് വയ്ക്കുക. ബെൻസാഗർ ഡാം സ്ഥിതി ചെയ്യുന്ന നദി എന്ന് വെച്ചാൽ സോൺ നദിയാണ്. ഓക്കെ, ബെൻസാഗർ ഡാം സ്ഥിതി ചെയ്യുന്ന നദി സോൺ നദി. അളകനന്ദ നദി ഉത്ഭവിക്കുന്ന എവിടെ നിന്നാണ്? അളകാപുരിയിൽ നിന്നാണ്. അളകനന്ദ നദി ഉത്ഭവിക്കുന്ന എവിടെയാണ്? അളകാപുരിയിൽ നിന്നാണ്. ഗംഗാ നദിയുടെ പ്രധാന പോഷക നദികൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ യമുന, കോസി, ദാമോദർ, സോൺ, ഗോമതി, ഘാഗ്ര. ഓർത്ത് വയ്ക്കാം, അപ്പോൾ ഗംഗാ നദിയുടെ പ്രധാന പോഷക നദികളാണ് യമുന, കോസി, ദാമോദർ, സോൺ, ഗോമതി, ഘാഗ്ര. ഓർത്ത് വയ്ക്കുക. അടുത്ത കോർബറ്റ് ദേശീയോദ്യാനത്തിലൂടെ ഒഴുകുന്ന പ്രധാന പോഷക നദിയാണ് രാംഗംഗ. പലതവണ PC ചോദിച്ച ചോദ്യങ്ങളാണ്. കോർബറ്റ് ദേശീയോദ്യാനത്തിലൂടെ ഒഴുകുന്ന പ്രധാന പോഷക നദിയാണ് രാംഗംഗ. ഗംഗാ നദി ഏത് സ്ഥലത്തെടുത്ത് വെച്ചാണ് ബംഗ്ലാദേശിലേക്ക് കടക്കുന്നത് എന്ന് വെച്ചാൽ ഫറാക്ക എന്ന സ്ഥലത്താണ്. ഗംഗാ നദി ഏത് സ്ഥലത്തിനടുത്ത് വെച്ചാണ് ബംഗ്ലാദേശിലേക്ക് കടക്കുന്നത് എന്ന് വെച്ചാൽ ഫറാക്ക. അടുത്ത പോയിന്റ്, ബ്രഹ്മപുത്ര നദിയുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് നോക്കുന്നത്.
പ്രാചീന കാലത്ത് ലൗഹിത്യ എന്നറിയപ്പെടുന്ന നദിയാണ് ബ്രഹ്മപുത്ര. ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദിയാണ്. അതുപോലെ തന്നെ നാമധേയത്തിൽ അറിയപ്പെടുന്ന ഒരു നദിയാണ് ഇത് ബ്രഹ്മപുത്ര എന്നാണ്. അപ്പോൾ പ്രാചീന കാലത്ത് ലൗഹിത്യ എന്നറിയപ്പെടുന്ന നദിയാണ് ബ്രഹ്മപുത്ര. ആസാമിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദിയാണ് ബ്രഹ്മപുത്ര. അപ്പോൾ ഏതിൻ്റെ ദുഃഖമാണ്? ആസാമിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദിയാണ് ബ്രഹ്മപുത്ര. അതുപോലെ തന്നെ ആസാമിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദിയും ബ്രഹ്മപുത്രയാണ്. ഓക്കെ, ആസാമിൻ്റെ ദുഃഖം അതുപോലെ തന്നെ ആസാമിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദിയും ബ്രഹ്മപുത്രയാണ്. ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന ഹിമാലയൻ നദിയാണ് ഏത്? ബ്രഹ്മപുത്ര. അപ്പോൾ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന ഹിമാലയൻ നദി ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? ബ്രഹ്മപുത്രയാണ്. ബ്രഹ്മപുത്രയുടെ നീളം ചോദിച്ചാൽ 2900 കിലോമീറ്ററാണ് ബ്രഹ്മപുത്രയുടെ ആകെ നീളം എന്ന് പറയുന്നത്. ഏഷ്യയിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപാണ് മജുലി. മജുലി സ്ഥിതി ചെയ്യുന്നത് ഏതിലാണ്? ബ്രഹ്മപുത്ര നദിയിലാണ്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഏഷ്യയിലെ ഏറ്റവും വലിയ തന്നെ നദീജന്യ ദ്വീപാണ് മജുലിയാണെന്ന് ഓർത്തു വയ്ക്കുക. ബ്രഹ്മപുത്രയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് സുബൻസിരി. ഓർത്തു വയ്ക്കുക, ബ്രഹ്മപുത്രയുടെ ഏറ്റവും വലിയ പോഷക നദി ചോദിച്ചാൽ സുബൻസിരിയാണ്. അരുണാചൽ പ്രദേശ് ബ്രഹ്മപുത്രയുടെ പേര് ഡിഹാങ് എന്നാണ്. എങ്ങനെയാണ്? അരുണാചൽ പ്രദേശിൽ ബ്രഹ്മപുത്രയുടെ പേര് ഡിഹാങ്. ഓക്കെ, ടിബറ്റിൽ ബ്രഹ്മപുത്രയുടെ പേരാണ് എന്താണ്? സാങ്പോ. ഓർത്തു വയ്ക്കുക, ടിബറ്റിൽ ബ്രഹ്മപുത്രയുടെ പേര് സാങ്പോയ്, അരുണാചൽ പ്രദേശിൽ ബ്രഹ്മപുത്രയുടെ പേര് ഡിഹാങ്ങുമാണെന്ന് ഓർത്തു വയ്ക്കുക. അടുത്ത പോയിന്റ് നോക്കാം. അടുത്ത പോയിന്റ് സിന്ധു നദിയുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ നദി എന്നറിയപ്പെടുന്നത് സിന്ധു നദിയാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ നദി എന്നറിയപ്പെടുന്നത് സിന്ധു നദിയാണ്. ഓർത്തു വയ്ക്കുക, ഋഗ്വേദത്തിൽ ഏറ്റവും കൂടുതൽ പരാമർശിക്കുന്ന നദി ചോദിച്ചാൽ സിന്ധു നദിയാണ്. ഋഗ്വേദത്തിൽ ഏറ്റവും കൂടുതൽ പരാമർശിക്കുന്ന നദി സിന്ധു നദിയാണ്. സിന്ധു നദീജല കരാർ ഒപ്പുവെച്ച വർഷം 1960 സെപ്റ്റംബർ 19. സിന്ധു നദീജല കരാർ ഒപ്പുവെച്ച വർഷം 1960 സെപ്റ്റംബർ 19. മോഹൻജദാരോ സ്ഥിതി ചെയ്യുന്ന നദീതീരം ചോദിച്ചാൽ സിന്ധു നദീതീരത്താണ് മോഹൻജദാരോ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ മോഹൻജദാരോ സ്ഥിതി ചെയ്യുന്ന നദീതീരം ചോദിച്ചാൽ സിന്ധു നദീതീരമാണ്. സിന്ധു നദി ചുറ്റി ഒഴുകുന്ന ഇന്ത്യയിലെ പട്ടണമാണ് ലേ പട്ടണം. ഓക്കെ, സിന്ധു നദി ചുറ്റി ഒഴുകുന്ന ഇന്ത്യയിലെ പട്ടണം ചോദിച്ചാൽ ലേ പട്ടണമാണ്. പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിൻ്റെ പോഷക നദിയാണ് ബിയാസ്. പൂർണ്ണമായി ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിൻ്റെ പോഷക നദി ബിയാസ് ആണ്. സിന്ധുവിൻ്റെ ഏറ്റവും ചെറിയ പോഷക നദിയാണ് ബിയാസ്. ഓക്കെ, സിന്ധുവിൻ്റെ ഏറ്റവും ചെറിയ പോഷക നദിയാണ് ബിയാസ്. പോങ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദി ചോദിച്ചാൽ ബിയാസ് ആണ്. പോങ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? ബിയാസ് നദിയാണ്. ഓർത്ത് വയ്ക്കുക, മറന്നു പോരുത്. അടുത്ത പോയിന്റ് നോക്കാം. അടുത്ത പോയിന്റ് നമ്മൾ ഒരു സംസ്ഥാനത്തേക്ക് പോകുന്നു. ഛത്തീസ്ഗഡ് സംസ്ഥാനവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നോക്കുന്നു. ദക്ഷിണ കോസലം എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ്. മറന്നു പോരുത്, ദക്ഷിണ കോസലം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? ഛത്തീസ്ഗഡാണ്. മധ്യപ്രദേശിനെ വിഭജിച്ച് രൂപീകരിച്ച സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ്. ഏത് സംസ്ഥാനത്തെ വിഭജിച്ച്? മധ്യപ്രദേശിനെ വിഭജിച്ച് രൂപീകരിച്ച സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ്. 36 കോട്ടകൾ എന്ന പേരിന് അർത്ഥം വരുന്ന സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ്. 36 കോട്ടകൾ എന്ന പേരിന് അർത്ഥം വരുന്ന സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ്. മധ്യ ഇന്ത്യയുടെ നെൽപാത്രം എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ്. ഓക്കെ, ഏതാണ്? മധ്യ ഇന്ത്യയുടെ നെൽപാത്രം എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ്. ഏഷ്യയിലെ ഏറ്റവും വീതിയേറിയ വെള്ളച്ചാട്ടമാണ് ചിത്രകോട്ട് വെള്ളച്ചാട്ടം. ഏഷ്യയിലെ ഏറ്റവും വീതിയേറിയ വെള്ളച്ചാട്ടം എന്നറിയപ്പെടുന്നത് ചിത്രകോട്ട് വെള്ളച്ചാട്ടമാണ്. ഇന്ദ്രാവതി ടൈഗർ റിസർവ് സ്ഥിതി ചെയ്യുന്ന എവിടെയെന്ന് വെച്ചാൽ ഛത്തീസ്ഗഡിലാണ്. ഓക്കെ, ഇന്ദ്രാവതി ടൈഗർ റിസർവ് സ്ഥിതി ചെയ്യുന്ന എവിടെയെന്ന് വെച്ചാൽ ഛത്തീസ്ഗഡിലാണ്. ഛത്തീസ്ഗഡിലെ സാംസ്കാരിക തലസ്ഥാനമാണ് റായ്ഗഡ്. ഓർത്തുവയ്ക്കുക, ഛത്തീസ്ഗഡിലെ സാംസ്കാരിക തലസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ റായ്ഗഡാണ്. വിവേകാനന്ദ സരോവർ തടാകം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? റായ്പൂരാണ്. ഓക്കെ, വിവേകാനന്ദ സരോവർ തടാകം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? റായ്പൂരാണ്. ഓക്കെ, അടുത്ത പോയിന്റ് നോക്കാം. അടുത്ത നമ്മൾ ഗുജറാത്ത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നോക്കുകയാണ്. ഗുജറാത്ത് സംസ്ഥാനം ഇതിഹാസങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് ഗുജറാത്ത്. ഓക്കെ, ഇതിഹാസങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന ഏത് സംസ്ഥാനമാണ്? ഗുജറാത്ത് സംസ്ഥാനമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം ഗുജറാത്താണ്. ഏറ്റവും കൂടുതൽ തവണ PSC ചോദിച്ചിട്ടുള്ള കടൽ തീരവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം ഗുജറാത്തുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം ചോദിച്ചാൽ ഗുജറാത്ത് സംസ്ഥാനമാണ്. ഇന്ത്യയിൽ ആദ്യമായി കാലാവസ്ഥാ നിരീക്ഷണ ഡിപ്പാർട്ട്മെൻറ്റ് നിലവിൽ വന്നത് എവിടെയെന്ന് വെച്ചാൽ ഗുജറാത്തിലാണ്. ഓർത്തു വയ്ക്കുക. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായി വന്നത് കാലാവസ്ഥാ നിരീക്ഷണ ഡിപ്പാർട്ട്മെൻറ്റ് നിലവിൽ വന്ന സംസ്ഥാനമാണ് ഗുജറാത്ത്. ഇന്ത്യയിൽ ആദ്യം മിൽക്ക് ATM നിലവിൽ വന്ന സംസ്ഥാനം ചോദിച്ചാലും ഏതാണ്? ഗുജറാത്താണ്. ഇന്ത്യയിൽ ആദ്യത്തെ മിൽക്ക് ATM നിലവിൽ വന്ന സംസ്ഥാനം ഗുജറാത്താണ്. ഓക്കെ, സിന്ധു നദീതട സംസ്കാര അവശിഷ്ടങ്ങൾ ഏറ്റവും കൂടുതൽ കണ്ടെത്തിയ ഇന്ത്യൻ സംസ്ഥാനമാണ് ഗുജറാത്ത്. ഓക്കെ, സിന്ധു നദീതട സംസ്കാരങ്ങളുടെ അവശിഷ്ടങ്ങൾ ഏറ്റവും കൂടുതൽ കണ്ടെത്തിയ സംസ്ഥാനം ചോദിച്ചാൽ ഗുജറാത്താണ്. ഇന്ത്യയിലെ ആദ്യ മറൈൻ നാഷണൽ പാർക്ക് സ്ഥാപിതമായ സംസ്ഥാനവും എവിടെയാണ്? ഗുജറാത്തിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ മറൈൻ നാഷണൽ പാർക്ക് സ്ഥാപിതമായ സംസ്ഥാനം ഗുജറാത്ത്. ഓക്കെ, അടുത്ത പോയിന്റ് നോക്കാം. ഇന്ത്യയുടെ വജ്ര നഗരം എന്നറിയപ്പെടുന്ന സൂററ്റാണ്. ഇന്ത്യയുടെ വജ്ര നഗരം എന്നറിയപ്പെടുന്ന സൂററ്റ്. അഹമ്മദാബാദ് സ്ഥിതി ചെയ്യുന്ന നദീതീരം ചോദിച്ചാൽ സബർമതി നദീതീരമാണ്. ഓക്കെ, അഹമ്മദാബാദ് സ്ഥിതി ചെയ്യുന്ന നദീതീരം സബർമതി നദീതീരം. മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ അഹമ്മദാബാദ് മിൽ സമരം നടന്ന വർഷം ചോദിച്ചാൽ 1918. മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ അഹമ്മദാബാദ് മിൽ സമരം നടന്ന വർഷം 1918.
സർദാർ സരോവർ ഡാം സ്ഥിതി ചെയ്യുന്ന നദി ചോദിച്ചാൽ നർമ്മദാ നദിയാണ്. ഓക്കെ, സർദാർ സരോവർ ഡാം സ്ഥിതി ചെയ്യുന്ന നദി ചോദിച്ചാൽ നർമ്മദാ നദി. ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്നത് അഹമ്മദാബാദാണ്. ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്നത് ഏതാണ്? അഹമ്മദാബാദാണ്. ഓർത്ത് വയ്ക്കുക, ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്നത് അഹമ്മദാബാദ്. ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ സർവകലാശാല നിലവിൽ വരുന്നത് എവിടെയെന്ന് വെച്ചാൽ വഡോദര. ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ സർവകലാശാല നിലവിൽ വരുന്നത് വഡോദരയാണ്. ജവഹർലാൽ നെഹ്റു ഗാർഡൻ സ്ഥിതി ചെയ്യുന്ന നഗരം എവിടെയാണെന്ന് വെച്ചാൽ സൂററ്റാണ്. ഓക്കെ, ജവഹർലാൽ നെഹ്റു ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? സൂററ്റിലാണ്. ഗുജറാത്തിൻ്റെ തലസ്ഥാനം എന്ന് വെച്ചാൽ ഗാന്ധിനഗർ. ഓർത്ത് വയ്ക്കുക, ഗുജറാത്തിൻ്റെ തലസ്ഥാനം ഗാന്ധിനഗറാണ്. ഓക്കെ, അടുത്ത പോയിന്റ്, ഇന്ത്യയിലെ ആദ്യത്തെ തുറമുഖ നഗരം എന്നറിയപ്പെടുന്നത് ഏതാണ്? ലോത്തലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ തുറമുഖ നഗരം എന്നറിയപ്പെടുന്നത് ലോത്തലാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻസ് സ്ഥിതി ചെയ്യുന്ന എവിടെയെന്ന് വെച്ചാൽ അഹമ്മദാബാദ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻസ് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? അഹമ്മദാബാദാണ്. ഇന്ത്യയിലെ ആദ്യ ഏവിയേഷൻ പാർക്ക് നിലവിൽ വന്ന സംസ്ഥാനമാണ് ഗുജറാത്ത്. ഇന്ത്യയിലെ ആദ്യത്തെ ഏവിയേഷൻ പാർക്ക് നിലവിൽ വന്ന സംസ്ഥാനം ഗുജറാത്ത്. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ഗ്രാമം എന്ന് വെച്ചാൽ അഗോദര. ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ ഗ്രാമം എന്ന് വെച്ചാൽ അഗോദര. ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ തുറമുഖം പിപ്പാവാവ്. ഓർത്ത് വയ്ക്കുക, ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ തുറമുഖം എന്ന് വെച്ചാൽ പിപ്പാവാവ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ തുറമുഖം മുന്ദ്ര. ഓക്കെ, ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ തുറമുഖം എന്ന് വെച്ചാൽ മുന്ദ്ര. ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിൻ്റെ ശിശു എന്നറിയപ്പെടുന്ന തുറമുഖമാണ് കാണ്ടില തുറമുഖം. ഓക്കെ, ഇന്ത്യൻ പാകിസ്ഥാൻ വിഭജനത്തിൻ്റെ ശിശു എന്നറിയപ്പെടുന്ന തുറമുഖമാണ് കാണ്ടില തുറമുഖം. ഓർത്ത് വയ്ക്കുക. അടുത്ത പോയിന്റ്, അടുത്ത നമ്മൾ ഗോവ സംസ്ഥാനവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നോക്കുന്നു. ഗോവ സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനം പനാജി. ഗോവ സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനം എന്ന് വെച്ചാൽ പനാജിയാണ്. എന്നാൽ നിയമ തലസ്ഥാനം എന്ന് വെച്ചാൽ പോർവോറിം. ഓർത്ത് വയ്ക്കുക, ഗോവയുടെ നിയമ തലസ്ഥാനം എന്ന് വെച്ചാൽ പോർവോറിം. ഗോവയുടെ ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്നിടത്ത് മുംബൈയിലാണ്. മുംബൈ ഹൈക്കോടതിയാണ് ഏത്? ഗോവയുടെ ഹൈക്കോടതി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഔദ്യോഗിക ഭാഷയാണ് കൊങ്കണി ഭാഷ. ലിപി ഇല്ലാത്ത ഭാഷയാണ് കൊങ്കണി ഭാഷ. ഓക്കെ, അപ്പോൾ ഗോവയുടെ ഔദ്യോഗിക ഭാഷ എന്നറിയപ്പെടുന്നത് കൊങ്കണി ഭാഷയാണ്. ഔദ്യോഗിക പക്ഷി എന്ന് വെച്ചാൽ യെല്ലോ ത്രോട്ടഡ് ബുൾബുൾ. ഓക്കെ, ഗോവയുടെ ഔദ്യോഗിക പക്ഷി യെല്ലോ ത്രോട്ടഡ് ബുൾബുൾ. അടുത്ത ഔദ്യോഗിക വൃക്ഷം എന്ന് വെച്ചാൽ കരിമരുത്. അപ്പോൾ ഗോവയുടെ ഔദ്യോഗിക വൃക്ഷം എന്ന് വെച്ചാൽ ഏതാണ്? കരിമരുത്. ഓർത്ത് വയ്ക്കുക. അടുത്ത ഗോവയുടെ സംസ്ഥാന മൃഗം എന്ന് വെച്ചാൽ കാട്ടുപോത്ത് അല്ലെങ്കിൽ ബൈസൺ എന്ന് പറയും. ഓക്കെ, കാട്ടുപോത്ത് സംസ്ഥാന മൃഗം. ഗോവയുടെ സംസ്ഥാന മൃഗം എന്ന് വെച്ചാൽ കാട്ടുപോത്ത് അല്ലെങ്കിൽ ബൈസൺ. കിഴക്കിൻ്റെ മുത്ത് എന്നറിയപ്പെടുന്നത് ഏതെന്ന് വെച്ചാൽ ഗോവയാണ്. കിഴക്കിൻ്റെ മുത്ത് എന്നറിയപ്പെടുന്നത് ഏതാണ്? ഗോവയാണ്. സഞ്ചാരികളുടെ പറദീസ എന്നറിയപ്പെടുന്നത് ഗോവയാണ്. ഓക്കെ, സഞ്ചാരികളുടെ പറദീസ എന്നറിയപ്പെടുന്നത് ഗോവയാണ്. കിഴക്കിൻ്റെ മുത്ത് എന്നറിയപ്പെടുന്നത് ഗോവയാണ്. അടുത്ത പോയിന്റ് നോക്കാം. ഏറ്റവും കൂടുതൽ കാലം വിദേശ ആധിപത്യത്തിലിരുന്ന ഇന്ത്യൻ പ്രദേശമാണ് ഏത്? ഗോവ എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ കാലം വിദേശ ആധിപത്യത്തിലിരുന്ന ഇന്ത്യൻ പ്രദേശമാണ് ഏത്? ഗോവ എന്ന് പറയുന്നത് 1510 ഒരു പോർച്ചുഗീസുകാർ ഗോവ പിടിച്ചെടുക്കുന്നത്. ഏറ്റവും വിസ്തീർണം കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനം എന്ന് വെച്ചാൽ ഗോവയാണ്. ഏറ്റവും വിസ്തീർണം കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനം ഗോവയാണ്. ഏറ്റവും കുറച്ച് കടൽ തീരമുള്ള സംസ്ഥാനവും ഏതാണ്? ഗോവയാണ്. 101 കിലോമീറ്ററാണ് ഗോവയുടെ കടൽ തീര ദൈർഘ്യം എന്ന് പറയുന്നത്. ഓക്കെ, ഏറ്റവും കൂടുതൽ കടൽ തീരവും നമ്മൾ പഠിച്ചു, ഏറ്റവും കുറവ് കടൽ തീരവും പഠിച്ചു. ഏറ്റവും കുറവ് ജില്ലകളുള്ള ഇന്ത്യൻ സംസ്ഥാനം എന്ന് വെച്ചാൽ ഏതാണ്? ഗോവയാണ്. തെക്കൻ ഗോവയും വടക്കൻ ഗോവയാണ് ഗോവയിലെ ജില്ലകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഏറ്റവും കുറവ് ജില്ലകളുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് ഗോവ. ഇന്ത്യയിൽ ദാരിദ്ര്യം ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം എന്നറിയപ്പെടുന്നത് ഗോവയാണ്. ഇന്ത്യയിൽ ദാരിദ്ര്യം ഏറ്റവും കുറഞ്ഞ സംസ്ഥാനമാണ് ഗോവ. നിങ്ങൾക്കറിയാം, ഏറ്റവും കൂടുതൽ ടൂറിസമാണ് ഗോവയുടെ പ്രധാന മാർഗം എന്ന് പറയുന്നത്. ഓക്കെ, ഏറ്റവും കുറവ് നിയമസഭാ അംഗങ്ങൾ, രാജ്യസഭാ അംഗങ്ങൾ, ലോക്സഭാ അംഗങ്ങളുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനമാണ് ഗോവ. ഓക്കെ, ഏറ്റവും കുറവ് നിയമസഭാ അംഗങ്ങൾ, രാജ്യസഭാ അംഗങ്ങൾ, ലോക്സഭാ അംഗങ്ങളുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനമാണ് ഗോവ. പബ്ലിക് ഹെൽത്ത് ആക്ട് പ്രകാരം ഗുഡ്ക ഉൾപ്പെടെയുള്ള പുകയില ഉൽപ്പന്നങ്ങൾ നിരോധിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് ഗോവ. 2005 നിരോധിച്ചത്. പബ്ലിക് ഹെൽത്ത് ആക്ട് പ്രകാരം ഗുഡ്ക ഉൾപ്പെടെയുള്ള പുകയില ഉൽപ്പന്നങ്ങൾ നിരോധിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് ഗോവ. 2005. ഏറ്റവും കുറവ് വനപ്രദേശമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനമാണ് ഗോവ. ഓർത്തുവയ്ക്കുക, ഏറ്റവും കുറവ് വനപ്രദേശമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനമാണ് ഗോവ. അടുത്ത പോയിന്റ്, ആർട്ടിക്കിൾ 44 പ്രകാരം പൊതു സിവിൽ കോഡ് നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് ഗോവ. ഓർത്തുവയ്ക്കുക, ആർട്ടിക്കിൾ 44 പ്രകാരം പൊതു സിവിൽ കോഡ് നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് ഗോവ. ഗാന്ധി ജയന്തി ദിനം ഒഴിവാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് ഗോവ. ഓർത്തുവയ്ക്കുക, ഗാന്ധി ജയന്തി ദിനം അവധി ഒഴിവാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് ഇത്? ഗോവയാണ്. ഹിന്ദുക്കൾക്ക് ബഹുഭാര്യത്വം, മുസ്ലിങ്ങൾക്ക് ഏകഭാര്യത്വവും നിയമവിധേയമാക്കിയ ഇന്ത്യൻ സംസ്ഥാനമാണ് ഗോവ. ഹിന്ദുക്കൾക്ക് ബഹുഭാര്യത്വവും മുസ്ലിങ്ങൾക്ക് ഏകഭാര്യത്വവും നിയമം വിധേയമാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് ഗോവ. സർക്കാർ ഓഫീസുകളിൽ ഇമെയിൽ സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് ഗോവ. സർക്കാർ ഓഫീസുകളിൽ ഇമെയിൽ സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് ഗോവ.
ഇന്ത്യയിലെ ആദ്യ അച്ചടിശാല പോർച്ചുഗീസുകാർ 1556 സ്ഥാപിച്ചത് ഗോവയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ അച്ചടിശാല പോർച്ചുഗീസുകാർ 1556 സ്ഥാപിച്ചത് ഗോവയിലാണെന്ന് ഓർത്ത് വെച്ചിരിക്കുക. എല്ലാ ഗ്രാമങ്ങളിലും പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായ ആദ്യ സംസ്ഥാനമാണ് ഗോവ. ഓക്കെ, എല്ലാ ഗ്രാമങ്ങളിലും പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായ ആദ്യ സംസ്ഥാനമാണ് ഗോവ. അടുത്ത പോയിന്റ്, ഇന്ത്യയിൽ ആദ്യത്തെ പ്രിൻറ്റിംഗ് പ്രസ് സ്ഥാപിക്കപ്പെട്ട സ്ഥലം എവിടെയാണ്? ഗോവയാണ്. ഓക്കെ, ഇന്ത്യയിൽ ആദ്യത്തെ പ്രിൻറ്റിംഗ് പ്രസ് സ്ഥാപിക്കപ്പെട്ട സ്ഥലം എവിടെയെന്ന് വെച്ചാൽ ഗോവയിലാണ്. ഇന്ത്യയിൽ ആദ്യമായി സ്കൈ ബസ് സംവിധാനം നിലവിൽ വന്ന സംസ്ഥാനം എന്ന് വെച്ചാൽ ഗോവയാണ്. ഇന്ത്യയിൽ ആദ്യമായി സ്കൈ ബസ് സംവിധാനം നിലവിൽ വന്ന സംസ്ഥാനം ഗോവ. ഗോവയുടെ ഭരണ തലസ്ഥാനം എന്നറിയപ്പെടുന്ന പനാജിയാണ്. ഓക്കെ, ഗോവയുടെ ഭരണ തലസ്ഥാനം എന്നറിയപ്പെടുന്ന പനാജിയാണ്. അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ സ്ഥിരം വേദിയാണ് പനാജി. അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ സ്ഥിരം വേദി ഏതെന്ന് ചോദിച്ചാൽ പനാജിയാണ്. ഗോവയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ മേജർ തുറമുഖമാണ് മർമഗോവ. ഓർത്തുവയ്ക്കുക, ഗോവയിൽ സ്ഥിതി ചെയ്യുന്ന ഒരേ ഒരു മേജർ തുറമുഖമാണ് ഇത്, മർമഗോവ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ പള്ളിയാണ് കത്തീഡ്രൽ, സേത്ത് കത്തീഡ്രൽ ഓൾഡ് ഗോവ. ഓക്കെ, ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ പള്ളിയാണ് സേത്ത് കത്തീഡ്രൽ ഓൾഡ് ഗോവ. ഓക്കെ, ഓൾഡ് ഗോവയിലാണ് കത്തീഡ്രൽ. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ തുരങ്കമാണ് കാർബുഡേ. കൊങ്കൺ റെയിൽവേയുടെ ഭാഗമായിട്ട് വരുന്നതാണ്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ തുരങ്കമാണ് കാർബുഡേ, കൊങ്കൺ റെയിൽവേയുടെ ഭാഗമായിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത് നോക്കാം. ഗോവയിലെ വിമാനത്താവളമാണ് ഡബോളിംഗ് വിമാനത്താവളം. ഓർത്ത് വെച്ച് പഠിച്ചോണം, പലതവണ പീസ് ചോദിച്ച ചോദ്യങ്ങളാണ്. ഗോവയിലെ വിമാനത്താവളം എന്ന് ചോദിച്ചാൽ ഇത് ഡബോളിംഗ് വിമാനത്താവളം. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷനോഗ്രഫി സ്ഥിതി ചെയ്യുന്ന എവിടെ എന്ന് വെച്ചാൽ ഡോണപ്പോള. കറക്റ്റ് സ്ഥലം ചോദിക്കുകയാണെങ്കിൽ ഡോണപ്പോള ഗോവയിലാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷനോഗ്രഫി സ്ഥിതി ചെയ്യുന്ന എവിടെ എന്ന് വെച്ചാൽ ഡോണപ്പോള എവിടെയാണ്? ഗോവയിലാണ്. കൊങ്കണി ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് വാസ്കോഡ ഗാമ ഗോവ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കറിയാം വാസ്കോഡ ഗാമയാണ് കടൽ മാർഗ്ഗം ആദ്യം വന്ന പോർച്ചുഗീസുകാരെന്നൊക്കെ അറിയാം, കേരളത്തിലാണ് വന്നതെന്നൊക്കെ നിങ്ങൾക്കറിയാം. അപ്പോൾ കൊങ്കണി ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്ന എവിടെ സ്ഥലം എവിടെയെന്ന് ചോദിച്ചാൽ വാസ്കോഡ ഗാമയാണ്. വാസ്കോഡ ഗാമ എന്ന നഗരമുള്ള സംസ്ഥാനമാണ് ഇത് ഗോവ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഏഷ്യയിലെ ഏക നാവിക വൈമാനിക മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ഗോവയിലാണ്. ഏഷ്യയിലെ ഏക നാവിക വൈമാനിക മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ഗോവയിലാണ്. കശുമാവിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന പ്രശസ്തമായ പാനീയമാണ് കാജു ഫെനി. ഓർത്തുവയ്ക്കുക, കശുമാവിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന പ്രശസ്തമായ പാനീയമാണ് കാജു ഫെനി. ഗോവ വിമോചനത്തെ പോലീസ് ആക്ഷൻ എന്ന് വിശേഷിപ്പിച്ചതാണ് വി.കെ. കൃഷ്ണമേനോൻ. ഓർത്തുവയ്ക്കുക, ഗോവ വിമോചനത്തെ പോലീസ് ആക്ഷൻ എന്ന് വിശേഷിപ്പിച്ച ആരാണ്? വി.കെ. കൃഷ്ണമേനോനാണ്. 1961 ഡിസംബർ 19 ഗോവ വിമോചനമെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അടുത്ത പോയിന്റ് നോക്കാം. ഗോവയുടെ ജീവരേഖ എന്നറിയപ്പെടുന്ന മണ്ഡോവി നദിയാണ്. ഗോവയുടെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി മണ്ഡോവി നദിയാണ്. മണ്ഡോവി സുവാരി നദികളുടെ സംഗമസ്ഥാനത്താണ് മർമഗോവ തുറമുഖം സ്ഥിതി ചെയ്യുന്നത്. ഓർത്തുവയ്ക്കുക, മണ്ഡോവി സുവാരി നദികളുടെ സംഗമസ്ഥാനത്താണ് ഏത് സ്ഥിതി ചെയ്യുന്ന? മർമഗോവ തുറമുഖം സ്ഥിതി ചെയ്യുന്ന ഗോവയിലെ ഒരേ ഒരു മേജർ തുറമുഖമാണ് മർമഗോവ എന്ന് നമ്മൾ ഇത്തിരി നേരെ പറഞ്ഞു കഴിഞ്ഞതേ ഉള്ളൂ. ഓക്കെ, മണ്ഡോവി തീരത്താണ് പനാജി നഗരം സ്ഥിതി ചെയ്യുന്നത്. മണ്ഡോവി നദീതീരത്താണ് ഏത് സ്ഥിതി ചെയ്യുന്ന? പനാജി നഗരം സ്ഥിതി ചെയ്യുന്ന. ഓർത്ത് വയ്ക്കുക, ഗോവയിലെ പ്രധാന വെള്ളച്ചാട്ടമാണ് ദുധ്സാഗർ വെള്ളച്ചാട്ടം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെള്ളച്ചാട്ടമാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക, മനോഹരമായ ഒരു വെള്ളച്ചാട്ടമാണ്. ഗോവയിലെ പ്രധാന വെള്ളച്ചാട്ടം ദുധ്സാഗർ വെള്ളച്ചാട്ടമാണ്. കൊങ്കൺ റെയിൽവേയിൽ കൂടി പോകുമ്പോൾ കാണാൻ കഴിയും എന്നാണ് പറയുന്നത്. ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക. ദുധ്സാഗർ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദിയാണ് മണ്ഡോവി നദിയിലാണ് ഏത് സ്ഥിതി ചെയ്യുന്നത്? ദുധ്സാഗർ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. ഏറ്റവും ഒടുവിൽ ഇന്ത്യയോട് ചേർക്കപ്പെട്ട യൂറോപ്യൻ കോളനിയാണ് ഗോവ. ഓർത്തുവയ്ക്കുക, പറഞ്ഞു കഴിഞ്ഞു. ഏറ്റവും ഒടുവിൽ ഇന്ത്യയോട് ചേർക്കപ്പെട്ട യൂറോപ്യൻ കോളനിയാണ് ഗോവയെന്ന് ഓർത്തുവയ്ക്കുക. ഗോവ വിമോചന സമയത്തെ പ്രതിരോധ മന്ത്രിയായിരുന്നു വി.കെ. കൃഷ്ണമേനോൻ. അദ്ദേഹമാണ് പോലീസ് ആക്ഷൻ എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഗോവ വിമോചന സമയത്തെ പ്രതിരോധ മന്ത്രി ആരെന്ന് വെച്ചാൽ വി.കെ. കൃഷ്ണമേനോനാണ്. മലയാളിയാണ്. പ്രതിരോധ മന്ത്രി ആദ്യ മലയാളിയാണ് വി.കെ. കൃഷ്ണമേനോൻ എന്ന് ഓർത്തുവയ്ക്കുക. അടുത്ത പോയിന്റ്, അടുത്ത നമ്മൾ മലയാളത്തിലേക്ക് പോകുന്നു. മലയാളത്തിലെ ശൈലികൾ എന്ന ഭാഗം ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. ശൈലികൾ എന്ന ഭാഗം നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യമായിട്ടത് ദീപാവലി കുളിക്കുക. ഇതിൻ്റെ ശൈലിയുടെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ധൂർത്തടിച്ച് നശിപ്പിക്കുക. അപ്പോൾ ഒന്നുകൂടി, ദീപാവലി കുളിക്കുക എന്ന് പറഞ്ഞാൽ ധൂർത്തടിച്ച് നശിപ്പിക്കുക. ഗണപതിക്ക് കുറിക്കുക, ആരംഭിക്കുക. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഗണപതിക്ക് കുറിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ആരംഭിക്കുക. ശതകം ചൊല്ലിക്കുക എന്ന് പറഞ്ഞാൽ വിഷമിപ്പിക്കുക. ശതകം ചൊല്ലിക്കുക എന്ന ശൈലിയുടെ അർത്ഥം വിഷമിപ്പിക്കുക. അടുത്ത് മൂക്കിൽ കയറിടുക എന്ന് പറഞ്ഞാൽ എന്താണ്? നിയന്ത്രിക്കുക എന്നാണ് അർത്ഥം. മൂക്കിൽ കയറിടുക, നിയന്ത്രിക്കുക. അടുത്ത ഭഗീരഥ പ്രയത്നം എന്താണ് അർത്ഥം? എന്താണ്? കഠിന പ്രയത്നം. ഭഗീരഥ പ്രയത്നം, കഠിന പ്രയത്നം. അടുത്ത കുടത്തിലെ വിളക്ക് എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? പുറത്തറിയാത്ത യോഗ്യത. കുടത്തിലെ വിളക്ക് എന്ന ശൈലിയുടെ അർത്ഥം പുറത്തറിയാത്ത യോഗ്യത. അഴകിയ രാവണൻ അർത്ഥം എന്താണ്? പൊങ്ങച്ചക്കാരൻ. ഓക്കെ, അഴകിയ രാവണൻ എന്ന ശൈലിയുടെ അർത്ഥമാണ് പൊങ്ങച്ചക്കാരൻ. മേനി പറയുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? വലിപ്പം പറയുക. ഓക്കെ, മേനി പറയുക എന്ന ശൈലിയുടെ അർത്ഥം വലിപ്പം പറയുക. പദം വരുത്തുക എന്ന ശൈലിയുടെ അർത്ഥം ബുദ്ധിമുട്ടിക്കുക. ഓക്കെ, പദം വരുത്തുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? ബുദ്ധിമുട്ടിക്കുക. അടുത്ത് നോക്കാം. കേളി കൊട്ടുക എന്ന ശൈലിയുടെ അർത്ഥം പരസ്യപ്പെടുത്തുക. കേളി കൊട്ടുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? പരസ്യപ്പെടുത്തുക. 60-ാം കാലം എന്താണ്? വാർദ്ധക്യം. ഓക്കെ, 60-ാം കാലം എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? വാർദ്ധക്യം.
ചരട് മുറിക്കുക എന്ന ശൈലിയുടെ അർത്ഥം വഴക്ക് ശക്തിപ്പെടുത്തുക. ഓക്കെ, ചരട് മുറിക്കുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? വഴക്ക് ശക്തിപ്പെടുത്തുക. തലയിൽ കയറ്റുക, അമിതമായി ലാളിക്കുക. ഓർത്തുക, തലയിൽ കയറ്റുക എന്ന ശൈലിയുടെ അർത്ഥമാണ് ഇതാണ്, അമിതമായി ലാളിക്കുക. കിണറ്റിലെ തവള എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? ലോക കാര്യങ്ങൾ അറിയാത്തവനെയാണ് എന്താണ് കിണറ്റിലെ തവള എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, അടുത്ത് ഇഞ്ചി കടിക്കുക, എന്താണ്? ദേഷ്യപ്പെടുക. ഓക്കെ, ദേഷ്യപ്പെടുക. ഇഞ്ചി കടിക്കുക എന്ന ശൈലിയുടെ അർത്ഥമാണ് ദേഷ്യപ്പെടുക. അനന്തൻകാട് എന്താണ്? ഭയമുണ്ടാക്കുന്ന സ്ഥലം. അനന്തൻകാട് എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? ഭയമുണ്ടാക്കുന്ന സ്ഥലം. അടുത്ത ചെമ്പ് തെളിയുക, കാപ്പട്യം പുറത്താക്കുക. ഓക്കെ, ചെമ്പ് തെളിയുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? കാപ്പട്യം പുറത്താക്കുക. അടുത്ത ചെണ്ട കൊട്ടിക്കുക എന്ന ശൈലിയുടെ അർത്ഥം പരിഹസിക്കുക. ചെണ്ട കൊട്ടിക്കുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? പരിഹസിക്കുക. ഗണപതി കല്യാണം എന്ന ശൈലിയുടെ അർത്ഥം നടക്കാത്ത കാര്യം. ഗണപതി കല്യാണം എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? നടക്കാത്ത കാര്യം. ഓക്കെ, അടുത്ത ഭാഗത്തിലേക്ക് പോവാം. അടുത്ത ഇംഗ്ലീഷിൽ ആൻറ്റോണിയം, അത് മീൻസ് ഓപ്പോസിറ്റ് എന്ന ഭാഗത്തിലേക്ക് പോവാണ്. ആദ്യത്തെ ഗിൽറ്റി. ഗിൽറ്റി എന്ന് പറയുന്നത് കുറ്റവാളി. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഇന്നസെൻ്റ്, നിരപരാധി. ഓക്കെ, ഗിൽറ്റി, അതിൻ്റെ ഓപ്പോസിറ്റ് ഇന്നസെൻ്റ്. അടുത്ത അഗ്ലി, വിരൂപമായത്. അതിൻ്റെ ഓപ്പോസിറ്റ് ഹാൻസം, സുമുഖമനായ. അടുത്ത മിസ് മാനേജ്, ദുരുപയോഗം ചെയ്യുക. അതിൻ്റെ ഓപ്പോസിറ്റ് മാനേജ്, നിയന്ത്രിക്കുക. ഓക്കെ, മിസ് മാനേജ്, അതിൻ്റെ ഓപ്പോസിറ്റ് മാനേജ്. ഹെവി, ഭാരമുള്ള. ലൈറ്റ്, ഇപ്പോൾ ഭാരം കുറഞ്ഞത്. അടുത്ത മിസ്കണ്ടക്റ്റ്, ദുർനടപ്പ്. ഇപ്പോൾ കണ്ടക്റ്റ്, പെരുമാറ്റം. അടുത്ത കൺസൈസ്, ചുരുങ്ങിയ എന്നർത്ഥം. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് എലാബറേറ്റ്, വിശാലമായത്. റിവീൽ, വെളിപ്പെടുത്തുക എന്നർത്ഥം. അപ്പോൾ കൺസീൽ, മൂടി വയ്ക്കുക. അടുത്ത ജെനുവിൻ, യഥാർത്ഥമായത്. അതിൻ്റെ ഓപ്പോസിറ്റ് ഫേക്ക്, വ്യാജം. ഓക്കെ, അടുത്ത ഭാഗം നോക്കാം. അടുത്ത ഡിസ്ഗ്രേസ്. ഡിസ്ഗ്രേസിൻ്റെ അർത്ഥം എന്താണ്? അപമാനം. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഗ്രേസ്, അനുഗ്രഹം. അടുത്ത ഇക്വാലിറ്റി. ഇക്വാലിറ്റി അർത്ഥം എന്താണ്? തുല്യത. അതിൻ്റെ ഓപ്പോസിറ്റ് ഇനെക്വാലിറ്റി, അസമത്വം. അടുത്ത ഡിസ്ഡെയിൻ, എന്താണ്? പുച്ഛിക്കുക. അതിൻ്റെ ഓപ്പോസിറ്റ് റെസ്പെക്റ്റ്, ബഹുമാനം. അടുത്ത വൈൽഡ്, വന്യമായത് എന്നർത്ഥം. അതിൻ്റെ ഓപ്പോസിറ്റ് ഡൊമസ്റ്റിക്, ഇണങ്ങിയത് എന്നർത്ഥം. യൂണിറ്റി, ഒത്തൊരുമ. അതിൻ്റെ ഓപ്പോസിറ്റ് ഡൈവേഴ്സിറ്റി, നാനത്വം. അടുത്ത ഫൈനൈറ്റ്, പരിമിതമായത്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഇൻഫൈനൈറ്റ്, അനന്തമായത്. റിജിഡ്, പരുഷമായത്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഫ്ലെക്സിബിൾ, വഴങ്ങുന്ന. അടുത്ത എൻറിച്ച്, സമ്പുഷ്ടമാക്കുക. അപ്പോൾ ഇൻപോവറിഷ്, എന്താണ്? ദരിദ്രനാക്കുക. എക്സ്പെക്റ്റഡ്, പ്രതീക്ഷിക്കുക. അതിൻ്റെ ഓപ്പോസിറ്റ് അൺഎക്സ്പെക്റ്റഡ്, അപ്രതീക്ഷിതമായി. ഓക്കെ, അടുത്ത ഭാഗത്തിലേക്ക് പോകാം. അടുത്ത ഭാഗം കറണ്ട് അഫെയർസ് എന്ന മേഖലയിലാണ്. കറണ്ട് അഫെയർസ് നമുക്ക് നോക്കാം. 2019-2020 കറണ്ട് അഫെയർസ്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച കടുവാ സംഗീതമായി തിരഞ്ഞെടുക്കപ്പെട്ട കേരളത്തിലെ കടുവാ സംഗീതമാണ് പെരിയാർ കടുവാ സംഗീതം. ഒന്ന് നോക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച കടുവാ സംഗീതമായി തിരഞ്ഞെടുക്കപ്പെട്ട കേരളത്തിലെ കടുവാ സംഗീതം എന്ന് വെച്ചാൽ ഏതാണ്? പെരിയാർ കടുവാ സംഗീതമാണ്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച കടുവാ സംരക്ഷണ പ്രവർത്തനം നടത്തുന്ന സംസ്ഥാനം എന്ന റെക്കോർഡ് നേടിയത്, എന്ന പുരസ്കാരം നേടിയത് ഏതാണ്? കേരളമാണ്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച കടുവാ സംരക്ഷണ പ്രവർത്തനം നടത്തുന്ന സംസ്ഥാനമാണ് കേരളം. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന പത്മ അവാർഡ് ജേതാക്കൾക്ക് പ്രതിമാസം 10,000 രൂപ നൽകാൻ തീരുമാനിച്ച സംസ്ഥാനമാണ് ഒഡീഷ. അപ്പോൾ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന പത്മ അവാർഡ് ജേതാക്കൾക്ക് പ്രതിമാസം 10,000 രൂപ നൽകാൻ തീരുമാനിച്ച സംസ്ഥാനമാണ് ഒഡീഷ. സേവ് ഗ്രീൻ സ്റ്റേ ക്ലീൻ എന്ന പ്രചാരണ പരിപാടി ആരംഭിച്ച സംസ്ഥാനം ബംഗാൾ. സേവ് ഗ്രീൻ സ്റ്റേ ക്ലീൻ എന്ന പ്രചാരണ പരിപാടി ആരംഭിച്ച സംസ്ഥാനം എന്ന് വെച്ചാൽ ബംഗാളാണ്. കേരളത്തിലെ ആദ്യത്തെ റോബോട്ടിക് റെസ്റ്റോറൻറ്റ് പ്രവർത്തനം ആരംഭിച്ച ജില്ല കണ്ണൂർ ജില്ല. കേരളത്തിലെ ആദ്യത്തെ റോബോട്ടിക് റെസ്റ്റോറൻറ്റ് പ്രവർത്തനം ആരംഭിച്ച ജില്ല കണ്ണൂർ ജില്ല. അടുത്ത ഭാഗം റിസർവ് ബാങ്ക് മണി മ്യൂസിയം നിലവിൽ വന്ന നഗരം എവിടെയെന്ന് വെച്ചാൽ കൊൽക്കത്ത. റിസർവ് ബാങ്കിൻ്റെ മണി മ്യൂസിയം നിലവിൽ വന്ന നഗരം എന്ന് വെച്ചാൽ ഏതാണ്? കൊൽക്കത്തയാണ്. കേന്ദ്ര സർക്കാർ കർഷകർക്ക് ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ്? ആപ്ലിക്കേഷനാണ് മേഘദൂത്. കേന്ദ്ര സർക്കാർ കർഷകർക്ക് ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ്റെ പേര് മേഘദൂത്. പെൺകുട്ടികളുടെ ക്ഷേമത്തിനായി വഹ്ലി ദിക്രി യോജന ആരംഭിച്ച സംസ്ഥാനമാണ് ഗുജറാത്ത്. ഓക്കെ, പെൺകുട്ടികളുടെ ക്ഷേമത്തിനായി വഹ്ലി ദിക്രി യോജന ആരംഭിച്ച സംസ്ഥാനം ഗുജറാത്ത്. 2019 ഓഗസ്റ്റിൽ മിഷൻ ശക്തി എന്ന പേരിൽ കായിക സംരംഭം ആരംഭിച്ച സംസ്ഥാനം മഹാരാഷ്ട്ര. 2019 ഓഗസ്റ്റിൽ മിഷൻ ശക്തി എന്ന പേരിൽ കായിക സംരംഭം ആരംഭിച്ച സംസ്ഥാനം എന്ന് വെച്ചാൽ ഏതാണ്? മഹാരാഷ്ട്രയാണ്. ഇന്ത്യയിൽ ആദ്യ 3D സ്മാർട്ട് ട്രാഫിക് സിഗ്നൽ നിലവിൽ വന്ന നഗരം മൊഹാലി. ഇന്ത്യയിൽ ആദ്യ 3D സ്മാർട്ട് ട്രാഫിക് സിഗ്നൽ നിലവിൽ വന്ന നഗരം മൊഹാലിയാണ്. ലോകത്തിലെ ഏറ്റവും കനം കുറഞ്ഞ സ്വർണ്ണം വികസിപ്പിച്ചത് എവിടെയെന്ന് വെച്ചാൽ യൂണിവേഴ്സിറ്റി ഓഫ് ലീഡ്സ്. ഓക്കെ, ലോകത്തിലെ ഏറ്റവും കനം കുറഞ്ഞ സ്വർണ്ണം വികസിപ്പിച്ചത് യൂണിവേഴ്സിറ്റി ഓഫ് ലീഡ്സ്. ക്ലിയർ? ഡിയർ ഫ്രണ്ട്സ്, നമുക്ക് അടുത്ത ടോപ്പിക്കിടെ നോക്കിയിട്ട് നമുക്ക് ക്ലാസ് നിർത്താം. അടുത്ത ടോപ്പിക്കിൽ വരുന്ന മെയ് 30-നാണ് ദിശയും ദൂരവും എന്ന ഭാഗത്തുനിന്ന് ചോദ്യങ്ങൾ. വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ, ഇംഗ്ലീഷിലെ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ, മലയാളത്തിലെ ആത്മകഥകൾ എന്ന ഭാഗം. അടുത്ത
ജി കെ ഭാഗത്തു നിന്ന് കാർഷിക ഗവേഷണ കേന്ദ്രങ്ങൾ എന്ന ഭാഗം, അതുപോലെ തന്നെ ഹരിയാന, ഹിമാചൽ പ്രദേശ് സംസ്ഥാനം, ജാർഖണ്ഡ് സംസ്ഥാനം. ഓക്കെ, ഈ 3 സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അടുത്ത കറണ്ട് അഫയേഴ്സ്. ഓക്കെ, ഇത്രയും ഭാഗത്തു നിന്നുള്ള ടോപ്പിക് ക്ലാസ് ആയിരിക്കും അടുത്ത ഭാഗത്തിലുണ്ടാവുക. എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.